നമസ്കാരം. വ്യാജ പരാതികൾ വ്യക്തിജീവിതങ്ങളെയും സാമൂഹിക സുരക്ഷിതത്വത്തെയും എങ്ങനെ ദൂരവ്യാപകമായി ബാധിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് പത്തനംതിട്ടയിൽ നിന്നും പുറത്തു വന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി രാജ്യം കൊണ്ടുവന്ന പോക്സോ നിയമം വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ തീർക്കാനും പ്രതികാരത്തിനുമുള്ള ആയുധമായി ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ ഇരയാക്കപ്പെടുന്നത് ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധികളായ മനുഷ്യരാണ്. പത്തനംതിട്ടയിൽ 9ാം ക്ലാസ്സുകാരിയായ 13കാരി സഹപാഠികൾക്കെതിരെ നൽകിയ പീഡന പരാതി വ്യാജമാണ് എന്ന് തെളിഞ്ഞതോടെ നിയമ സംവിധാനങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഇവിടെ സജീവമാകുകയാണ്. ഒരു കൗമാരക്കാരിയുടെ പ്രണയ നൈരാശ്യവും പ്രതികാര ബുദ്ധിയും തകർത്തത് സ്വന്തം സഹപാഠികളുടെ മാത്രമല്ല, പോലീസ് മർദ്ദനത്തിനിരയാകേണ്ടി വന്ന യുവാക്കളുടെ ജീവിത സമാധാനവുമാണ്. സഹപാഠികൾ പീഡിപ്പിച്ചു എന്നായിരുന്നു 13കാരിയായ പെൺകുട്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ആദ്യം വെളിപ്പെടുത്തിയത്. ഇതനുസരിച്ച് ചൈൽഡ് ലൈൻ അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയുമായിരുന്നു. കുട്ടികൾ തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചെങ്കിലും കനത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അവർ കടന്നുപോയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ ഹാജരാക്കിയപ്പോഴാണ് കഥയാകെ മാറിയത്. താൻ പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് പെൺകുട്ടി ഡോക്ടറോട് തുറന്നു പറയുകയായിരുന്നു. വൈദ്യപരിശോധനയിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ യാതൊരുവിധ പീഡന വിവരങ്ങളോ മർദ്ദനമേറ്റ പാടുകളോ ഇല്ലെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോഴും പെൺകുട്ടി ഈ മൊഴി ആവർത്തിക്കുകയായിരുന്നു. സഹപാഠിയോട് തനിക്ക് തോന്നിയ പ്രണയം അവൻ നിരസിച്ചതിലുള്ള കടുത്ത നിരാശയും ദേഷ്യവും കാരണമാണ് സഹപാഠികൾക്കെതിരെ ഇത്തരം ഒരു ഗുരുതരമായ വ്യാജ പരാതി നൽകിയതെന്നാണ് പെൺകുട്ടി ഒടുവിൽ സമ്മതിച്ചത്. പെൺകുട്ടിയുടെ വ്യാജ പരാതിയുടെ പേരിൽ ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നാണ് പരാതി. ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി തലമുടിയിലും ചെവിയിലും പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയും കാൽവെള്ളയുടെ അടിയിൽ ചൂരൽ ഉപയോഗിച്ച് ക്രൂരമായി അടിക്കുകയും ചെയ്തതായി യുവാവ് ആരോപിച്ചു. നിയമത്തിന്റെ കാവലാൾ ആകേണ്ട പോലീസ് വസ്തുതകൾ അന്വേഷിക്കുന്നതിന് മുൻപ് ഒരു നിരപരാധിയുടെ മേൽ കാണിച്ച ഈ ക്രൂരത നിയമവ്യവസ്ഥയ്ക്ക് തന്നെ വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. വസ്തുതകൾ കൃത്യമായി അന്വേഷിക്കാതെയും തെളിവുകൾ ശേഖരിക്കാതെയും കേവലം മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ പുരുഷന്മാരെയും കൗമാരക്കാരെയും പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. കുട്ടികളുടെ സുരക്ഷയ്ക്കായി നിർമ്മിക്കപ്പെട്ട പോക്സോ നിയമത്തിലെ കർശനമായ വ്യവസ്ഥകൾ പലപ്പോഴും വ്യക്തിപരമായ പ്രതികാരങ്ങൾ തീർക്കാൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ഒരു വ്യാജ പരാതി ഉയരുമ്പോൾ തന്നെ പ്രതിസ്ഥാനത്തുള്ള ആളുടെ അന്തസ്സും അന്തരീക്ഷവും സമൂഹത്തിന് മുൻപിൽ തകരുകയാണ്. പിന്നീട് അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പോലും നഷ്ടപ്പെട്ട മാനക്കേടും മാനസികാവസ്ഥയും തിരിച്ചു നൽകാൻ ആർക്കും സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സെൻസിറ്റീവായ കേസുകളിൽ പ്രാഥമിക അന്വേഷണം നടത്തുമ്പോൾ പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യഥാർത്ഥ ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ നിർമ്മിച്ച പോക്സോ നിയമത്തിന്റെ മറവിൽ യാതൊരു തെറ്റും ചെയ്യാത്ത പുരുഷന്മാർ കള്ളക്കേസുകളിൽ കുടുക്കപ്പെടുകയും അവരുടെ ജീവിതം തകരുകയും ചെയ്യുന്ന ദൗർഭാഗ്യകരമായ പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതായി സമീപകാല കോടതി നിരീക്ഷണങ്ങളും പോലീസ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു. കുടുംബ വഴക്കുകൾ, അയൽപക്ക തർക്കങ്ങൾ, പ്രണയപ്പക, സാമ്പത്തിക ഇടപാടുകളിലെ തർക്കങ്ങൾ എന്നിവയിലെല്ലാം എതിരാളികളെ പാഠം പഠിപ്പിക്കാൻ പോക്സോ നിയമത്തിലെ കടുത്ത വകുപ്പുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഒരു പുരുഷനെതിരെ വ്യാജമായി ഇങ്ങനെ ഒരു കേസ് ചുമത്തപ്പെടുമ്പോൾ അയാൾക്ക് നഷ്ടമാകുന്നത് കേവലം സ്വാതന്ത്ര്യം മാത്രമല്ല, മറിച്ച് സമൂഹത്തിലുള്ള അന്തസ്സും മാനവുമാണ്. കുറ്റം തെളിയുന്നതുവരെ എല്ലാവരും നിരപരാധികളാണ് എന്ന പൊതു നിയമതത്വം ഇത്തരം കേസുകളിൽ പലപ്പോഴും തലകീഴായി മറിയുന്നു. FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന നിമിഷം മുതൽ സമൂഹം അയാളെ ഒരു കുറ്റവാളിയായി മുദ്രകുത്തുന്നു. നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിട്ടയച്ചാൽ പോലും നഷ്ടപ്പെട്ട യൗവനമോ തകർന്ന കുടുംബ ബന്ധങ്ങളോ ഉദ്യോഗമോ തിരികെ ലഭിക്കില്ല എന്നതാണ് കൈപ്പേറിയ യാഥാർത്ഥ്യം. അടുത്ത കാലത്തായി വിവിധ കോടതികൾ വ്യാജ പോക്സോ കേസുകളുടെ വർധനവിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹമോചന കേസുകളിൽ കുട്ടികളുടെ സംരക്ഷണാവകാശം നേടിയെടുക്കാൻ പങ്കാളിക്കെതിരെയും അതിർത്തി തർക്കങ്ങളുടെ പേരിൽ അയൽവാസികൾക്കെതിരെയും കുട്ടികളെ മുൻനിർത്തി വ്യാജ പരാതികൾ ചമയ്ക്കുന്ന പ്രവണത ഏറി വരികയാണ്. കുട്ടികളെ മുതിർന്നവർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കരുവാക്കുമ്പോൾ അത് ആ കുട്ടികളുടെ മാനസികാവസ്ഥയെ പോലും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നിയമത്തിന്റെ കടുപ്പം തന്നെയാണ് വ്യാജ പരാതിക്കാർക്ക് ബ്ലാക്ക് മെയിലിങ്ങിനുള്ള ആയുധമായി മാറുന്നത്. ഇങ്ങനെ പോക്സോ നിയമപ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കില്ല എന്നതും കടുത്ത ശിക്ഷാ നടപടികളുമാണ് ഇതിന്റെ പ്രധാന ആകർഷണമായി ദുരുപയോഗം ചെയ്യുന്നവർ കാണുന്നത്.
കുറ്റാരോപിതൻ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത പലപ്പോഴും നിയമത്തിന്റെ സങ്കീർണതകളിൽ ചെന്നു നിൽക്കുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ കൃത്യമായ ജാഗ്രത പുലർത്താതെ പോലീസ് ധൃതി പിടിച്ച് അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെടുന്നത് നിയമത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്ന സാധാരണക്കാരായ പുരുഷന്മാരാണ്. പ്രണയനൈരാശ്യവും വാശിയും തീർക്കാൻ കൗമാരപ്രായക്കാർ ഇത്തരം കടുത്ത നിയമങ്ങളെ ആയുധമാക്കുന്നത് സമൂഹത്തിൽ വലിയൊരു മൂല്യച്യുതിയുടെ ലക്ഷണമാണ്. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന പ്രതികാര ചിന്തയും നിയമങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും തിരുത്തപ്പെടേണ്ടതുണ്ട്. കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും കൃത്യമായ കൗൺസിലിംഗും ബോധവൽക്കരണവും നൽകാൻ അധികൃതർ തയ്യാറാകണം. വ്യാജ പരാതികൾ ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് അത് യഥാർത്ഥ ഇരകൾക്ക് ലഭിക്കേണ്ട നീതിയെ കൂടി ഇല്ലാതാക്കുന്നുണ്ട്. നിരന്തരം വ്യാജ കേസുകൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ക്രൂരതയ്ക്കിരയാകുന്ന കുട്ടികളുടെ പരാതികളെ പോലും സമൂഹം സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇത് യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുന്നതിനും ഇരകൾ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നതിനും കാരണമാകും. അതിനാൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കനത്ത ജാഗ്രതയും നിഷ്പക്ഷതയും പുലർത്താൻ പോലീസും ചൈൽഡ് ലൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വ്യാജ പരാതി നൽകുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ നിലവിലെ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാകേണ്ടതുണ്ട്. ബോധപൂർവം ഒരാളെ കുടുക്കാൻ വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്ന മുതിർന്നവർക്കെതിരെയും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ കടുത്ത നിയമങ്ങൾ ബ്ലാക്ക്മെയിലിങ്ങിനുള്ള ആയുധമായി മാറുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ. നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സും വ്യക്തികളുടെ ജീവിക്കാനുള്ള അവകാശവും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്.